യാ റബ്ബേ, ഞങ്ങൾ ഓതിവച്ച വിശുദ്ധമായ ഖുർആൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തോടെ വിട പറഞ്ഞു പോയ പണ്ഡിതനായ മുദർരിസായ പ്രഭാഷകനായ ഒരുപാട് വിശ്വാസികൾക്ക് ഈമാനിന്റെ മാധുര്യം പകർന്നു നൽകാൻ അല്ലാഹു വലിയ തൗഫീഖ് നൽകിയ മഹാവലിയ പണ്ഡിതനായ ഹാഫിള് മഷ്ഹൂദ് സഖാഫി ഉസ്താദ് ഗൂഡല്ലൂർ, അല്ലാഹുവേ ഇന്ന് നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി അല്ലാഹ് ആ പണ്ഡിതന്റെ വിയോഗത്തിൽ സുന്നി സമൂഹം വളരെ വിഷമത്തിലാണ്. കാരണം എത്രയോ ആളുകൾ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ട് ഹിദായത്തിന്റെ ഇഖ്ലാസിന്റെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹ് പരിശുദ്ധമായ ദീൻ ആളുകൾക്ക് നല്ല റാഹത്തോടെ മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞുകൊടുത്ത് എത്രയോ ആളുകൾക്ക് അറിവ് പകർന്ന് നൽകാൻ മഹാ തൗഫീഖ് കിട്ടിയ വലിയ പണ്ഡിതനാണ് ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ. റബ്ബേ ഇന്ന് നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഉസ്താദിന്റെ ഹളറത്തിലേക്ക് അറിവിന്നിലാവില്ല 10,000 കുടുംബങ്ങൾ ഓതി വെച്ച സൂറത്തു യാസീനും മുൽക്കോവാക്കിയോ നീ അവിടത്തെ ഖബറിലേക്ക് എത്തിക്കണം അല്ലാഹുവേ. 10,000 മയ്യത്ത് നിസ്കാരം, 10,000 മനസ്സ് വട്ടിയിട്ടുള്ള പ്രാർത്ഥന ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി നിന്റെ വിശുദ്ധമായ ദീന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പകലുകളില്ലാതെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്ത മഹാപണ്ഡിതനാണ് അല്ലാഹുവേ. എത്ര പെട്ടെന്നാണ് നിന്നിലേക്ക് ഉസ്താദ് യാത്രയായത് റബ്ബേ. ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യം ലഭിച്ച മഹാനായ ഉസ്താദാണ് റബ്ബേ. അതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ ദർസും ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും ഉസ്താദിന്റെ ഉപദേശങ്ങളും ഉസ്താദിന്റെ ക്ലാസുകളും അല്ലാഹ് എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. അതെല്ലാം ബഹുമാനപ്പെട്ട മഷ്ഹൂദ് സഖാഫി ഉസ്താദിന്റെ ഖബറിലേക്ക് പടച്ചവനെ വല്ലാത്ത ഒരു അമലായി ഒരു കൂട്ടുകാരനായി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ആ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനേ. ആ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനേ. ആ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനേ. ആ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. അവിടുത്തെ ഇൽമുകൾ ഖബറിലേക്കൊരു നൂറാക്കണേ അല്ലാഹ്. അവിടുത്തെ ഖുർആൻ ഹിഫ്ളുകൾ അവിടുത്തെ സൽക്കർമ്മങ്ങൾ മുഴുവനും ഖബറിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ ചോദ്യങ്ങൾക്ക് അവർക്കും ഞങ്ങൾക്കും സകലായ നിലക്ക് മറുപടി പറയാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അർശിന്റെ തണല് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കൊണ്ട് ഉസ്താദിന്റെ ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ നൂറ് കൊണ്ട് ആ ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ നൂറ് കൊണ്ട് ആ ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്.
ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഓതി വച്ച വിശുദ്ധമായ ഖുർആൻ ആ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. ആ ഖബർ കാരണം ആ പള്ളിപ്പറമ്പിലെ മറ്റുള്ള ഖബറാളുകൾക്ക് കൂടി റാഹത്ത് നൽകണേ റഹ്മാനേ. നിന്റെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ പണ്ഡിതനാണ്, മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പണ്ഡിതനാണ്. നിന്റെ പരിശുദ്ധമായ ഇൽമ്, നിന്റെ നൂറാകുന്ന ഇൽമ് അത് വിശ്വാസികൾക്ക് പകലുകളില്ലാതെ പകർന്നു നൽകിയ പണ്ഡിതനാണ്. എത്രയോ പണ്ഡിതന്മാരെ, എത്രയോ ആലിമീങ്ങളെ, എത്രയോ മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്ത മഹാപണ്ഡിതനാണ്. അല്ലാഹുവേ, ഇഖ്ലാസുള്ള ഒരു പണ്ഡിതൻ, ഈമാനുള്ള ഒരു പണ്ഡിതൻ അല്ലാഹ് അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. വലിയ ബന്ധമായിരുന്നു ഉസ്താദുമായിട്ട്. ഏത് സമയത്തും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ കാണുന്ന സമയത്ത് ടെൻഷനാവണ്ട, ഇതെല്ലാം നമുക്ക് പറഞ്ഞതാണ്, ഇതെല്ലാം നമുക്ക് വന്നത് വരേണ്ടതാണ്, ഇതെല്ലാം നമുക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ ഈമാന് പരീക്ഷിക്കാനുള്ള പരീക്ഷണങ്ങളാണ്. എവിടെയും തളരരുതെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല ഉപദേശങ്ങൾ തരുമായിരുന്നു. നമുക്കെല്ലാം ഒരുപാട് അറിവുകൾ പഠിക്കാൻ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കാരണമായിട്ടുണ്ട്, ഉസ്താദിന്റെ ക്ലാസുകൾ അതിന് കാരണമായിട്ടുണ്ട്. അല്ലാഹുവേ, വലിയ ഊർജമായിരുന്നു ഉസ്താദിന്റെ വാക്കുകൾ, വലിയ ഊർജമായിരുന്നു ഉസ്താദിന്റെ വാക്കുകൾ. അറിവിന്നിലാവ് മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ തവണ ഉസ്താദിന്റെ കൂടെ പല സ്റ്റേജുകളിലും പ്രഭാഷണം നടത്താൻ ഈ വിനീതന് തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് യാത്രകളിൽ, ട്രെയിനിലുള്ള യാത്രകളിൽ, ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് സമയം അടുത്തിരുന്ന് സംസാരിക്കാനും വിഷയങ്ങൾ പങ്കുവെക്കാനും തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. എന്തോ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹ്. എത്ര മനോഹരമായ ഉപദേശത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവേ. അവിടുത്തെ മരണ വാർത്തയറിഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി, കണ്ണ് നിറഞ്ഞു പോയി. ഹാഫിള് മശ്ഹൂദ് സഖാഫി ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ഖബറ് സ്വർഗത്തിലെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അവിടുത്തെ ഖബറ് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ഖബറ് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്ന് ഖബറിൽ ആദ്യരാത്രിയാണ് അല്ലാഹ്. അല്ലാഹ്, ഇന്ന് ഖബറിൽ ആദ്യരാത്രിയാണ് റബ്ബേ. ആ ഖബറിൽ ആദ്യരാത്രി ആ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് പഠിച്ച പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഇൽമേ, പ്രഭാഷണങ്ങളെ, അറിവുകളെ എല്ലാം ആ ഖബറിലേക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ 10,000 ആമീന ഖബറിലേക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ, സദാതീങ്ങൾ, ആലിമീങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാഹ്. ആഫിയത്തോടെ ദീർഘായുസ്സിനെ നൽകണേ അല്ലാഹ്.
ശൈഖുനാ ചെറിയ പി ഉസ്താദ് അടക്കം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളെ മഹാന്മാരായ ഗുരുനാഥന്മാർ, ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ, സദാത്യങ്ങള്, പിന്നാര ഉമ്മയടക്കം ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാരെ, മക്കള്, മരുമക്കള്, പേരമക്കള്, കുട്ടുകുടുംബങ്ങള്, ഒരു ദിവസമോലെ ഒഴിവില്ലാതെ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്ന അറിവിന്നിലാവിന്റെ കുടുംബങ്ങള്, അല്ലാഹുവേ ഞങ്ങളെ കൂടെ ഉംറക്ക് വന്ന് മരിച്ചവരുണ്ട്, റമളാനിലാവും മറവിനിലാവും കേട്ട് മരിച്ചു പോയവരുണ്ട്, പള്ളിയിലേക്കും സ്നേഹ വീട്ടിലേക്കും കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും സ്വന്തന പ്രവർത്തനങ്ങളിലേക്കും സഹായിച്ചവരുണ്ട്, നേർച്ച നൽകിയവരുണ്ട്, മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ.